ഇന്റർനെറ്റ് ഇല്ലാത്തൊരു ലോകം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഗൂഗിളില്ല, സോഷ്യൽ മീഡിയ ഇല്ല, സ്ട്രീമിംഗ് ഇല്ല. ലോകത്തിന്റെ മറ്റേ അറ്റവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ. ബുദ്ധിമുട്ടാണല്ലേ? ഇന്ന് ഇന്റർനെറ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലുമുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ആയിരുന്നില്ല. ശീതയുദ്ധകാലത്തെ പരീക്ഷണങ്ങളിൽ നിന്ന് വെർച്വൽ റിയാലിറ്റി വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. വിപ്ലവകരമായ ഈ യാത്രയുടെ ചരിത്ര വഴികൾ ഒന്ന് പരിശോധിക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും സാങ്കേതിക മികവിൽ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് സോവിയറ്റ് യൂണിയൻ 1957 സ്പുട്നിക്കിന്റെ ആദ്യ വിക്ഷേപണം നടത്തുന്നതും. ഇതേ മാസം തന്നെയാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് മിലിറ്ററി മേഖലയിലെ ടെക്നോളജി വികസിപ്പിക്കുന്നതിനായി അഡ്വാൻസ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി അഥവാ ഡിഫൻസ് ARPA രൂപീകരിച്ച് നിലവിൽ വരുന്നത്. ശേഷം 1962 JCR ലിക്ലൈഡർ എന്ന ശാസ്ത്രജ്ഞൻ അതുവരെ ഇല്ലാത്ത വിപ്ലവകരമായ ഒരു ആശയം മുന്നോട്ട് വെക്കുകയുണ്ടായി. ഒരു ഗലാക്റ്റിക് നെറ്റ്വർക്ക്, കമ്പ്യൂട്ടറുകൾക്ക് ദൂരെ നിന്ന് പരസ്പരം സംസാരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം. അതാദ്യം ഒരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നിയെങ്കിലും അതായിരുന്നു ഇന്റർനെറ്റിന്റെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ച ആദ്യ സംഭവം. അസംഭവ്യമെന്ന് ആദ്യം തോന്നിച്ച ഈ ആശയം 1969 ഒക്ടോബർ 29 ചരിത്രം സൃഷ്ടിച്ചു. അർപ്പാനെറ്റ് എന്ന പദ്ധതിയിലൂടെ UCLAയിലും സ്റ്റാൻഫോർഡിലുമുള്ള 2 കമ്പ്യൂട്ടറുകൾ ആദ്യ സന്ദേശം അയച്ചു. LO എന്നായിരുന്നു ആ സന്ദേശം. ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണ്. സിസ്റ്റം പണിമുടക്കി. പക്ഷേ അവിടെ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. എന്നാൽ അർപ്പാനെറ്റിന് ഒറ്റയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം. 1970കളിൽ വിവിധ നെറ്റ്വർക്കുകൾ മുളപൊട്ടി. എന്നാൽ അവയ്ക്ക് തമ്മിൽ ആശയവിനിമയം സാധ്യമായിരുന്നില്ല എന്നതൊരു പ്രധാന പോരായ്മയായി അപ്പോഴും നിലകൊണ്ടു. ഇതിനിടെ അർപ്പാനെറ്റ് എന്ന നെറ്റ്വർക്കിനുള്ളിൽ കണക്റ്റഡായ ഒരു കമ്പ്യൂട്ടറിൽ നിന്നോ അതേ നെറ്റ്വർക്കിൽ കണക്റ്റഡായ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് സന്ദേശങ്ങൾ അയക്കാനുള്ള SNTMSG അഥവാ സെൻഡ് മെസ്സേജ് എന്ന സംവിധാനം 1971 റേ ടോംലിസൺ എന്ന അമേരിക്കൻ പ്രോഗ്രാമർ കണ്ടുപിടിക്കുകയും ആദ്യ സന്ദേശം അയക്കുകയും ചെയ്തു. ഇതാണ് ലോകത്തിലെ ആദ്യ ഇമെയിലായി വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹം തന്നെയാണ് @ എന്ന ചിഹ്നം അവതരിപ്പിക്കുകയും ചെയ്തത്. അപ്പോഴാണ് 1974 വിൻഡൻ സർഫും റോബർട്ട് കാനും TCP/IP അഥവാ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ കണ്ടുപിടിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്യുന്നത്. അതൊരു സാർവലൗകിക ഭാഷ പോലെ വിവിധ നെറ്റ്വർക്കുകളെ ഒന്നിപ്പിച്ചു. ഇന്നും അത് ഇന്റർനെറ്റിന്റെ ജീവനാഡിയായി തന്നെ നിലകൊള്ളുന്നു. പിന്നീട് അർപ്പാനെറ്റ് ഏതാനും കമ്പ്യൂട്ടറുകളിൽ നിന്നും ഡസൻ കണക്കിന് സർവകലാശാലകളിലേക്കും പരീക്ഷണശാലകളിലേക്കും പടർന്നു പന്തലിച്ചു. ഇന്റർനെറ്റ് അപ്പോഴും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരുന്നില്ലെങ്കിലും അത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 1990കൾ ഇന്റർനെറ്റിന്റെ അതിവേഗ വളർച്ചയുടെയും വ്യാപനത്തിന്റെയും കാലഘട്ടമായിരുന്നു. 1991 ടിം ബെർണേഴ്സ്-ലീ വേൾഡ് വൈഡ് വെബ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തതോടെ ഇതിന്റെ പ്രചാരം വർദ്ധിച്ചു. 1993 മൊസൈക്ക് ബ്രൗസർ അവതരണത്തോടുകൂടി സാധാരണക്കാർക്കും ഇന്റർനെറ്റ് അനായാസമായി ഉപയോഗിക്കാവുന്ന അവസ്ഥയായി. ഇതോടെ ഇന്റർനെറ്റ് ശാസ്ത്രജ്ഞരുടെ പരിധി കടന്ന് പൊതുജനങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കും എത്തി. അടുത്ത വർഷം 1994 ആൻഡ്രീസൺ നെറ്റ്സ്കേപ്പ് സ്ഥാപിക്കുകയും നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ പൊതുജനങ്ങൾക്കായി പുറത്തിറക്കുകയും ചെയ്തു. സാധാരണക്കാർക്കുള്ള ആദ്യ ബ്രൗസർ എന്ന നിലയിൽ അത് വൻ വിജയമായിരുന്നു. 1994 ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോറായ ആമസോണും 95 eBayയും പ്രവർത്തനം ആരംഭിച്ചു. 1998 എല്ലാം ക്രമീകരിക്കാൻ എന്ന വണ്ണം ഗൂഗിളും രംഗപ്രവേശം ചെയ്തപ്പോഴേക്കും ഇന്റർനെറ്റ് ഉപഭോക്താക്കൾ ആയിരങ്ങളിൽ നിന്ന് കോടികളിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ോടെ
വെബിൽ പ്രവേശിക്കാൻ നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ മാത്രമല്ല, മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച പുതിയ ബ്രൗസറായ ഇന്റർനെറ്റ് എക്സ്പ്ലോററും ഒരു ശക്തമായ മാർഗമായി മാറി. ഇത് ബ്രൗസർ വിപണിയിൽ കടുത്ത മത്സരത്തിന് തുടക്കമിട്ടു. നെറ്റ്സ്കേപ്പ് ജാവാസ്ക്രിപ്റ്റ് വികസിപ്പിച്ച് വെബ്സൈറ്റുകൾക്ക് മികച്ച കമ്പ്യൂട്ടിംഗ് കഴിവുകൾ നൽകി. ഇതോടെ വെബ് ആപ്ലിക്കേഷനുകൾ കൂടുതൽ വൈവിധ്യമാർന്നതും പ്രായോഗികവുമായി. അതേസമയം മൈക്രോസോഫ്റ്റ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് അഥവാ CSS വികസിപ്പിച്ചു. ഇത് വെബ്സൈറ്റുകളുടെ ഡിസൈനുകളിൽ വമ്പൻ മാറ്റങ്ങൾ കൊണ്ടുവന്നു. മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം ലഭ്യമാക്കിയതോടെ 1999 ഇത് 99% ഷെയറിലേക്ക് കുതിച്ചു. ഈ നീക്കത്തിന് കമ്പനിക്കെതിരായി ആന്റി ട്രസ്റ്റ് കേസ് ഉയർന്നു. നെറ്റ്സ്കേപ്പ് ഇതിന് മറുപടിയായി കോഡ് ഓപ്പൺ സോഴ്സ് ആക്കി. 2002 മോസില്ല ഫയർഫോക്സ് പുറത്തിറങ്ങി. 2010 ഫയർഫോക്സ് ഉൾപ്പെടെയുള്ള ബ്രൗസറുകൾ ഇന്റർനെറ്റ് എക്സ്പ്ലോററിന്റെ വിപണി വിഹിതം 50% കുറച്ചു. 2000 ഒപ്പേറ, സഫാരി, ഗൂഗിൾ ക്രോം തുടങ്ങിയ പുതിയ ബ്രൗസറുകൾ രംഗപ്രവേശനം ചെയ്തു. 2015 മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പൂർണ്ണമായും ഒഴിവാക്കി. മൈക്രോസോഫ്റ്റ് എഡ്ജ് പുറത്തിറക്കി. ശേഷം അതീവ വേഗതയിലായിരുന്നു ഇന്റർനെറ്റിന്റെ വളർച്ച. ഇന്റർനെറ്റ് സാമൂഹിക രംഗത്ത് വൻ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 2004 മാർക്ക് സുക്കർബർഗ് ഹാർവാർഡ് സർവകലാശാലയിലെ ഹോസ്റ്റലിൽ നിന്നും ഫേസ്ബുക്ക് ആരംഭിച്ചു. ഇത് വെബിനെ സുഹൃത്തുക്കളുമായി ബന്ധിപ്പിക്കുന്ന ഒരു സാമൂഹിക മാധ്യമമായി വളർന്നു. 2005 യൂട്യൂബ് വീഡിയോകൾ പങ്കുവെക്കാനുള്ള ഒരു വേദി തുറന്നു നൽകി. 2006 ട്വിറ്റർ 140 അക്ഷരങ്ങളിൽ ചിന്തകൾ പങ്കുവെക്കാൻ അവസരം നൽകി. ഇതാണ് വെബ് 2.0 അഥവാ ഉപയോക്താക്കൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകുന്ന എല്ലായിടത്തും ലഭ്യമായ ഇന്റർനെറ്റ്. ബ്രോഡ്ബാൻഡ് ഡയൽ-അപ്പ് കണക്ഷനുകളെ മാറ്റിസ്ഥാപിക്കുകയും അതിലൂടെ ഇന്റർനെറ്റ് കൂടുതൽ വേഗത്തിലുള്ളതും എപ്പോഴും ലഭ്യമാവുന്നതുമാക്കി മാറ്റി. 2007 ഐഫോൺ മൊബൈൽ ഫോണുകളിലൂടെ ഇന്റർനെറ്റ് ഉപയോഗം ദിനചര്യയിലേക്ക് എത്തിച്ചുകൊണ്ട് കൂടുതൽ പ്രായോഗികമാക്കി മാറ്റി. ദശാബ്ദത്തിന്റെ അവസാനത്തോടെ 1 ബില്യണിലധികം ആളുകൾ ഓൺലൈനിലെത്തി വിവരങ്ങൾ പങ്കുവച്ചു, വീഡിയോകൾ സ്ട്രീം ചെയ്തു. അങ്ങനെ ഇന്റർനെറ്റിലൂടെ ഒരു ആധുനിക സംസ്കാരത്തെ രൂപപ്പെടുത്തി. 2010 മുതൽ ഇന്നുവരെയുള്ള ഇന്റർനെറ്റിന്റെ വളർച്ച അതിന്റെ സാധ്യതകളും വെല്ലുവിളികളും ഒരുപോലെ എടുത്തു കാണിക്കുന്നു. ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിച്ചു. നെറ്റ്ഫ്ലിക്സും സ്പോട്ടിഫൈയും വിനോദരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡാറ്റ ഓൺലൈനിൽ സംഭരിക്കുന്നതും പങ്കുവെക്കുന്നതും എളുപ്പമാക്കി. എന്നിരുന്നാലും സ്വകാര്യതയുടെ ലംഘനം, തെറ്റായ വിവരങ്ങളുടെ വ്യാപനം, സൈബർ ആക്രമണങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്റർനെറ്റിന്റെ ഇരുണ്ട വശങ്ങൾ വെളിവാക്കി. 5G സാങ്കേതികവിദ്യയുടെ വരവ് അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇന്റർനെറ്റ് ഓഫ് തിങ്സും സ്മാർട്ട് ഉപകരണങ്ങൾ, സ്വയം നിയന്ത്രിത വാഹനങ്ങൾ തുടങ്ങിയ സാങ്കേതികവിദ്യകളിലൂടെ ഇന്റർനെറ്റിന്റെ സാധ്യതകളെ വിപുലീകരിച്ചു. 2025 ലോക ജനസംഖ്യയുടെ പകുതിയിലധികം ആളുകൾ ഓൺലൈനിലുണ്ട്. ഇന്റർനെറ്റിന്റെ വളർച്ച ഇപ്പോഴും തുടരുകയാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നു. 1969 അയക്കപ്പെട്ട ലളിതമായ 2 അക്ഷരം മാത്രമടങ്ങുന്ന സന്ദേശത്തിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ച ഒരു ആഗോള ശൃംഖലയായി ഇന്റർനെറ്റ് പരിണമിച്ചു. മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെയും സാങ്കേതിക വിദ്യയുടെയും വിസ്മയകരമായ ഒരു നേട്ടമാണിത്. ഇന്റർനെറ്റ് നമ്മെ കൂടുതൽ അടുപ്പിക്കുകയും നമ്മളുടെ പ്രവർത്തന രീതിയിലും ചിന്തകളിലും വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. എങ്കിലും ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇന്റർനെറ്റ് നമ്മെ കൂടുതൽ ഒന്നിപ്പിക്കുമോ അതോ നമ്മൾ ഇതുവരെ സങ്കല്പിക്കാത്ത വെല്ലുവിളികൾ ഉയർത്തുമോ എന്നിപ്പോഴും പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഇന്റർനെറ്റിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല.